ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോയാണ്. അതായത് സൺഡേയിലത്തെ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ഉണ്ടാക്കിയതിൻ്റെ അതാണ് കൊച്ചിന് ടിഫിന് വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് രാവിലെ അങ്ങനെ വലിയ ധൃതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ ചിന്തിച്ച് കുറച്ച് നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നു, അതും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. ഇതിവിടെ റേച്ചാന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ബാക്കി പിള്ളേർക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് ഇന്ന് അത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ അതെടുത്ത് ഒരു 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെള്ളത്തിലൊന്ന് കുതുക്കാൻ ഒരു 10 മിനിറ്റ് കുതുക്കാൻ വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പച്ചമുളകൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നാളെ ഞാനിത് ഉണ്ടാക്കിയുണ്ടേ ഓമനാൻ്റി എനിക്ക് അതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ എൻ്റെ മൊബൈൽ ഒത്തിരി നാളായി തന്നിട്ട് പിന്നെ അതെനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇങ്ങനെ ഇപ്പോൾ ഇത്തിരി സമയം എടുത്താൽ ഇത് ചെയ്യേണ്ടിയെന്നും പറഞ്ഞ് രാവിലെ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഞാനത് ഇങ്ങനെ ചെയ്യാതിരുന്നു. എൻ്റെ മൊബൈലിൽ ഫോർമാറ്റ് ചെയ്തോണ്ടേ അതെല്ലാം അങ്ങ് പോയി. പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചില്ല. പിന്നെ എൻ്റെ ഐഡിയ വെച്ച് ഞാനങ്ങ് ചെയ്തതാണ്. ഞാനത് 10 മിനിറ്റ് കൂത്ത് വെച്ചിട്ട് ഇങ്ങനെ അരിപ്പയിലിട്ട് ആ വെള്ളം ഒന്ന് വാലാനായിട്ട് വെച്ച്, എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്പൂണും കൊണ്ട് ഇളക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കുന്നുണ്ടേ വീണ്ടും വെള്ളം അതിൽ നിന്ന് ഊർന്നങ്ങ് വീഴും. അപ്പം ഞാൻ കൊച്ചിന് കൊടുക്കാനായിട്ട് ഇന്നലെ ഉണ്ടാക്കിയ അതൊന്ന് ചൂടാക്കി അവനൊന്ന് ടിഫിനിലെടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ ലാപ്സി ഉണ്ടാക്കുന്നത് ഞാനത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് പിന്നെ ഇച്ചിരി ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഓയിലും ഇതൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറിയതിലിട്ട് ഇങ്ങനെ വറ്റിച്ച് അങ്ങനെ എടുക്കുമായിരുന്നു ഉപ്പുമാവ്. അപ്പം ആൻറ്റി പറഞ്ഞത് എനിക്കൊരു ഐഡിയ വെച്ച് ചെയ്തത് ഇങ്ങനൊന്നും അല്ലായിരുന്നെന്ന് തോന്നുന്നു ആൻറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ എന്തുവാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്, പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം വേണം. എനിക്കതൊരു 3/4 മണിക്കൂർ കൂടും. പിന്നെ ഞാനിപ്പോൾ 2 കപ്പ് ലാപ്സി എന്ന് പറയും, നുറുക്ക് ഗോതമ്പ് എന്ന് പറയും, അതിൻ്റെ അളവായി എടുത്തത്. അപ്പോൾ അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതിലും പെട്ടെന്ന് പറ്റുമായിരിക്കും വെന്ത് വരാനൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് നെയ്യൊക്കെ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റാണ്. നെയ്യൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ ആ സമയത്ത് നെയ്യ് കൊണ്ട് ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ നെയ്യ് ചേർത്തില്ല. കാരണം നമുക്കില്ല ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ഓയിൽ മാത്രമേ ഒഴിച്ചുള്ളൂ. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത് കേട്ടോ, വെളിച്ചെണ്ണ. എന്നിട്ട് ഇച്ചിരി കടുക് ഇട്ട് ഇത്തിരി ഉഴുന്ന് പരിപ്പും ചേർത്ത് അതൊന്ന് പൊട്ടി വന്നോണ്ടേ ഞാൻ ആ അരിഞ്ഞ സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തേ. പച്ചമുളക് ഞാൻ ചേർക്കാൻ കേട്ടോ. പക്ഷേ ഓമനാൻറ്റി പറഞ്ഞത് എനിക്ക് ഇത് ഓർമ്മയുണ്ട്, വറ്റൽമുളക് വറക്കാൻ നേരം വറ്റൽമുളക് മുറിച്ചിട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് വഴറ്റി ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട്. ആ സവാളയ്ക്ക് നമ്മൾ ഉപ്പുമാവിന് വഴറ്റുന്നത് പോലെ. മിക്ക ആൾക്കാർക്കും ഇതറിയായിരിക്കും. ഞാൻ ഇന്ന് ഇതിപ്പം എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. ഓമനാൻറ്റി നല്ല കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാനിത് ഈ നമ്മൾ അരിപ്പയിൽ വെച്ചിരുന്ന ലാപ്സി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങിട്ട് ഇളക്കി. അപ്പോൾ ഇതിലേക്ക് ഉപ്പിന് വേണ്ടി ഉപ്പ് അവിടെ എവിടെയും പിടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി ഉപ്പ് ഒരിത്തിരി വെള്ളത്തിലൊന്ന് കലക്കിയ ചേർത്തത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ വെള്ളം വറ്റുന്നിടം വരെ ഞാൻ നന്നായിട്ട്, പക്ഷേ ഇത് എടുക്കുന്ന ഉടനെ അടിക്കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടച്ചിടുന്ന സമയത്ത് അടിക്ക് പിടിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും. ആർക്കതിലും ദേഷ്യം വരും അടിക്ക് പിടിക്കുവാണെങ്കിൽ. ഇതിപ്പോൾ അടിക്ക് പിടിക്കത്തില്ല. ഈ ചീനച്ചട്ടി നല്ല ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല. നമുക്ക് ചൂടോട് ഇങ്ങനെ തട്ടി തട്ടി നിൽക്കും. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ആ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്കറിയാം, നലന്നിരിപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും തുറക്കുന്നു നോക്കുമ്പോൾ അടിക്കെങ്ങാനും പിടിക്കുകയാണെങ്കിൽ ഇച്ചിരിച്ച വെള്ളം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അടപ്പ് പറ്റിയില്ല. ഞാനത് അടച്ചവിടെ വെച്ചിട്ട് തീ ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക. കൊച്ചിനുള്ള ടിഫിൻ എടുത്ത് തയ്യാറാക്കി വെച്ച് എന്നിട്ട് ഞാനത് തുറന്ന് നോക്കിയോണ്ടേ അടിയിലൊക്കെ വെള്ളമൊന്നുമില്ല, ഇച്ചിരി പിടിക്കാൻ തുടങ്ങിയോണ്ടേ കുറച്ച് വെള്ളം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒഴിച്ചിട്ടില്ലേ. എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു കൊടുത്തു. അപ്പോഴത്തേക്കിന് ചായ റെഡിയായി. ചായ ഇനി എടുത്ത് കൊടുക്കട്ടെ. ഞാൻ അന്നേരം അകത്ത മുറിയിലോട്ട് വന്നോണ്ടേ ഇവിടെ ഈ നെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് വെളിയിലൊന്നും കാണത്തില്ല. അപ്പോൾ ഇവർ ഈ കഴ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലേ, അപ്പോൾ ഈ സ്പാരോ ഇല്ല കുഞ്ഞു കിളി ഉണ്ടല്ലേ, അത് നിങ്ങൾ കിടന്ന് 2 എണ്ണം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവുമാണ്. ആ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അതാണ് ഞാനൊന്ന് വീഡിയോ എടുത്തത്, സൗണ്ട് കേൾക്കാൻ. ഇപ്പം നമ്മുടെ ലാപ്സിയൊക്കെ വെന്തു. ഞാൻ ആ ഗ്ലാസ്സിനുണ്ടല്ലോ 250ൻ്റെ ഗ്ലാസ്, നമ്മൾ ഏത് ഇതിനെ എടുത്തതെന്ന് വെച്ചാൽ 2 ഗ്ലാസ്
അതിനെ നുറുക്ക് ഗോതമ്പിന് 4 ഗ്ലാസ് വെള്ളം ഞാൻ കുറേശ്ശെ ഒഴിച്ച് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വന്നു. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സമയം കുറച്ചെടുത്തു, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് വെള്ളം വെച്ചു. ഒരു മീനുണ്ടായിരുന്നു, മീൻ കഷ്ണം, അതൊന്ന് തിളപ്പിച്ച് വെച്ചു. ഇന്ന് ചപ്പാത്തി കിട്ടത്തില്ല, അതുകൊണ്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച്. ഡാഡിക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി വേണമല്ലേ, അപ്പം ചപ്പാത്തി കുഴച്ച് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിക്സ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടിയ. ഈ മിക്സ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നലത്തെ കറിയും കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഇതുകൂടെ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറച്ച് കോളിഫ്ലവർ ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് അങ്ങനെ അത് പീസാക്കിയിട്ടേ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ട് വെള്ളം വാലാൻ വെച്ച്. കോളിഫ്ലവർ, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, ബീൻസ്, പയർ, ഇതൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ കോളിഫ്ലവർ വെള്ളം വാലാൻ വെച്ചത് ഞാനൊരു കറിവേപ്പില ഇട്ട്, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ കോളിഫ്ലവറിനെ ആദ്യം ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് പോകട്ടെ. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു 5 മിനിറ്റോളം കോളിഫ്ലവറിനെ ഇങ്ങനെ ഇട്ടൊന്ന് ഇളക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു 2 സവാള അതിട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് പച്ചമുളകും. ഉരുളൻകിഴങ്ങ്, ബീൻസ്, പയർ, ക്യാരറ്റ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ തീ ഇച്ചിരി കുറച്ച് വെക്കും. അപ്പം ആ പച്ചക്കറിയിലേക്ക് വെള്ളം ഒന്ന് ഇറങ്ങി. ഇനി ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാമേ. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു ഇച്ചിരി 1-2 മിനിറ്റായി. അപ്പം തന്നെ ഇളക്കുമ്പം നമുക്ക് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞ വെള്ളം ഒഴിക്കുകയേ വേണ്ട. ഈ ക്യാരറ്റിലെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങിയതാണ്ട്. അപ്പം ആദ്യം ഇളക്കിയത് ഇപ്പോൾ ഇളക്കുന്നതും കൂടെ കാണുമ്പം വ്യത്യാസം ഉണ്ടല്ലോ. ഇച്ചിരിച്ച വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതൊന്ന് ഇച്ചിരി ഒന്ന് ലൂസായല്ലേ. ഒരിച്ചിരി അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളൂടെ ചേർത്ത് പൊടികളൂടെ ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് നന്നായി മൂത്ത് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത്, എന്നിട്ട് ഞാനിപ്പോഴാണ് കാശ്മീരി മുളക് പൊടി പൊട്ടിച്ചിട്ടത്. അപ്പോൾ ആ കവറോടൊന്ന് അതിൻ്റെ അകത്തൊന്നും ഇല്ല, ഇച്ചിരി അതൊന്ന് കൊട്ടി ഇട്ടെന്നേ ഉള്ളേ. 1.5 ടീസ്പൂൺ മാത്രമേ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അഥവാ അതും ഇങ്ങനെ ചെയ്യുമ്പം ഒന്നീ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കണം, അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള പാത്രമായിരിക്കണം. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ നിങ്ങൾ എന്നെ പള്ളു പറയല്ലേ, ബിജി ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാതെ ചെയ്ത് എൻ്റെ കൂട്ടാൻ മൊത്തം അടിക്ക് പിടിച്ചെന്ന്. ഇതിപ്പോൾ നല്ല അടിക്കട്ടിയുള്ള ചീനച്ചട്ടിയാണ്, അപ്പോൾ അടിക്കൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് അഥവാ നിങ്ങളുടേത് അടിക്ക് പിടിക്കുന്നെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ എങ്ങാനും വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതിൻ്റെ അകത്ത് ഞാനൊരു വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2. അപ്പോൾ ഈ ടൊമാറ്റോയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം. തീ കുറച്ച് വെച്ചേരെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് ചപ്പാത്തി കിട്ടാറില്ല. ആൻറ്റിയുടെ മോക്കെന്തോ സുഖമില്ലാതെ ഇന്നാളിലും ആൻറ്റി ഒന്ന് പോയതാണ്. പിന്നെ ആ കൊച്ചിന് വയ്യെന്നും പറഞ്ഞ് അന്ന് കുറേ ദിവസമായി. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ടേ ആ ചപ്പാത്തി അത്ര കൊള്ളത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് എന്തിനാ വെറുതെ എന്നാൽ എനിക്കിപ്പം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ആ വീണെ പിന്നെ ആ നടുവിന് ഭയങ്കര പ്രയാസമാണ്. ഇതിപ്പോൾ ഒരു 5-6 ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കുന്ന ചപ്പാത്തി നമുക്ക് വെറുതെ ആണേലും തിന്നാം. അതുപോലെ നല്ല എണ്ണയൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ അത്രയും പോലും നല്ലതായിട്ട് ഉണ്ടാക്കത്തില്ല. ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടി കാണും. ടേസ്റ്റ് പ്രൈസമ്മ പറയുന്നത് മമ്മി ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ട് പക്ഷെ കട്ടിയുണ്ടെന്ന്. പക്ഷേ ആ ആൻറ്റി ഉണ്ടാക്കുന്നത് നല്ല കട്ടി കുറച്ച്, അവരൊക്കെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. നല്ല ഒരു നല്ലൊരു പ്രത്യേക മണവും. അത് തിന്നാൻ തന്നെ ഒരു ചൂടോടാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ പിച്ചി തിന്നാം.
അപ്പം ഞാൻ ഇതൊന്ന് ചപ്പാത്തി പരത്തി അതുകൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ, ഡാഡിക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് വേണ്ടി, അതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കിയതാണ്. പിന്നെ ബാക്കി പിള്ളേർക്കൊന്നും ആർക്കും ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു 5-6 ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഡാഡി 2 ഉച്ചയ്ക്ക് കഴിക്കാറുള്ളൂ, വലിയതാണെങ്കിൽ 2, അല്ലാതെ കുഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഈ ആൻറ്റി ഇല്ലാത്തപ്പം ഒരിടത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടേ അവർ ഉപ്പ് പോലും ചേർക്കത്തില്ല. അവരെന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ അടുത്ത് മഹേന്ദ്ര കമ്പനിയുണ്ട്, അപ്പോൾ അവിടെ ഈ ബൾക്കായിട്ട് ഒത്തിരിയും ലേഡിമാരിരുന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റീച്ചാൻ ചോദിച്ചോണ്ടേ പറഞ്ഞ് ആ ഉപ്പ് ചേർക്കത്തില്ലെന്നവർ, ഒട്ടും ഉപ്പില്ല, നമുക്ക് കൂട്ടാനെങ്ങാനും കൂട്ടിയേ തിന്നാത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് ഉപ്പ് ഇടാതെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കുന്ന ചിലപ്പോൾ ഷേപ്പ് കിട്ടത്തില്ല, ചിലപ്പം നല്ല ഷേപ്പിൽ വരും, ചിലപ്പം ഷേപ്പിലൊന്നും വരത്തില്ല. എൻ്റെ ബെൻസി ഉണ്ടല്ലോ, ബെൻസി നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. എൻ്റെ ബ്രദർ പറയും അവളുണ്ടാക്കുന്ന ചപ്പാത്തി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാനും അവളോടൊക്കെ പിന്നെ കല്യാണത്തിന് ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി പൊടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഡബ്ബയുണ്ടല്ലോ, ഡബ്ബയ്ക്കകത്ത് നമ്മുടെ റൂമിൻ്റെ പേരെഴുതി, കാരണം അവിടെ ആ മില്ലിൽ ഇഷ്ടം പോലെ അവിടെ ആ ഏരിയയിലുള്ളവരെല്ലാം കൊണ്ട് കൊടുക്കുന്നത് പൊടിപ്പിക്കുക അവിടെ അല്ലേ, അപ്പം ഡബ്ബ മാറാതിരിക്കാൻ വേണ്ടി പേരൊക്കെ എഴുതിയാണ് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ ഈ വീഴുന്നതിന് മുമ്പിട്ടൊക്കെ വീട്ടിൽ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചപ്പാത്തിയായിരുന്നു. ഇത്രയും പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പം നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ ആട്ട വാങ്ങിക്കുമായിരുന്നു, മീൻസ് ഗോതമ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുമായിരുന്നു. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ വാങ്ങിക്കുന്നത് ആശീർവാദ ആട്ടയാണ്. അപ്പോൾ അതിന് ഇച്ചിരി ആശീർവാദ ആട്ടയ്ക്ക് ഇത്തിരി ഈ എന്തുവാ പറയുന്നത്, അതിൻ്റെ ഇച്ചിരി കൂടുതലുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇത്തിരി കട്ടി. നമ്മൾ തന്നെ പറഞ്ഞ് ഗോതമ്പ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതും അതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അവൾ നന്നായിട്ടുണ്ടാക്കും. ഞങ്ങളന്നൊക്കെ ഇങ്ങനെ ഇത് ഈ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നന്നായിട്ട് റെഡിയാവും. ചപ്പാത്തി വറുത്താൽ അവളെ ഏൽപ്പിക്കും. അപ്പം നമ്മുടെ മിക്സ് മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിരുന്നു. അത് ചെറിയ തീയിൽ ഞാൻ ഇങ്ങനെ ഇട്ടിരുന്ന് ഇളക്കി ആ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. പിന്നെ അഥവാ ഇടയ്ക്കാൻ പറയുന്നത് പിടിക്കുവാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണയോ വെളിച്ചെണ്ണയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റാണ്. അപ്പം ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി ഈ കളറെന്ന് പറയുന്ന എരിവില്ല കേട്ടോ, കാശ്മീരി ആയതുകൊണ്ട് ഇത്രയും കളറ്, എരിവൊന്നും ഇല്ലായിരുന്നു കൂട്ടാൻ. അപ്പം ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. മിക്സ് കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. ഇനിയത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സൺഡേയിൽ ഡിന്നറിനുണ്ടാക്കിയ റെസിപ്പിയുടെ വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ടത് വറുത്ത് കോരി ഇപ്പം വൈകുന്നേരമാണ്. അത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അത് ഞാൻ എല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ അതേ ഓയിലാണ് ഞാനിപ്പം ഈ ഉരുളിക്കകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തതായതുകൊണ്ട് ആ മുളക് പൊടിയുടെ കളറാണ് ചിക്കൻ്റെ ഇതിന് ചുമന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ബേ ലീഫും ഒരു പട്ടയമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2 മീഡിയം സൈസിലെ സവാള, പിന്നെ ഒരു 6-7 പച്ചമുളക് കീറി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കേ. ഇതിപ്പോൾ ഒത്തിരി അങ്ങ് എരിവുള്ള പച്ചമുളകല്ല, ഒരു 6 ഞാനിങ്ങനെ കീറി അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ഇഞ്ചി പേസ്റ്റുമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായി ഇതൊന്ന് ഇച്ചിരി ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഇതിലോട്ട് ഞാൻ ഇനി ക്യാരറ്റ്, ബീൻസ്, പയറുണ്ടായിരുന്നു, കാബേജ്, എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ടു. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ആദ്യം ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതൊന്ന് ഇച്ചിരി ഉപ്പിട്ടൊന്ന് കലക്കിയതിന് ശേഷം പിന്നെ അതൊന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇവിടെ റീച്ചാൻ്റെ ഒരു പാട്ട് കച്ചേരി കേൾപ്പിക്കാം. പ്രൈസൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടായത്. ഇതിൽ ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് മിക്സ് മുളക് പൊടിയാട്ടോ, 1 ടീസ്പൂൺ ഗരം മസാല. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇവിടെ ആളുടെ പാട്ട് വരുന്നതെന്നൊന്നും ആൾക്കറിയത്തില്ല കേട്ടോ.
ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ഞാൻ ഷാഹി ബിരിയാണി മസാലയാണ് ചേർത്തത്. അപ്പോൾ ഈ റേച്ചാൻ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും റേച്ചാൻ ഒരു പാട്ടിൽ തുടങ്ങി വേറെ പാട്ടിൽ അങ്ങ് പോവും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇത് ഓണാന്നുള്ളത് ആൾ അറിയുന്നേ ഇല്ല. ആളിവിടെ ഹോളിലിരുന്ന് അവർ അപ്പനും മക്കളും കൂടെ ബഹളമാണ്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി മസാലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറ് അവിടെ അപ്പുറത്ത് വേവിച്ച് വെള്ളം വലം ഇങ്ങനെ കരിപ്പ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഉപ്പിട്ടല്ല ചോറ് വേവിച്ച്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആ ചോറിനോടുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇത് ഇച്ചിരി അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും എല്ലാം ഒന്ന് അലിഞ്ഞൊന്ന് റെഡി ആയിട്ട് വരട്ടെ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ വെന്ത ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പം ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇപ്പം വൈകിട്ട് കഴിച്ചിട്ട് പിന്നെ നാളെ ഇങ്ങനെയുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് അന്നേരം പോളിനാണെങ്കിലും റൈച്ചാനും ടിഫിനൊക്കെ കൊടുത്തു വിടുന്ന ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചല്ലേ, ഇതാ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇതാണ് പ്രീസമോന് ടിഫിന് കൊടുത്തു വിട്ടത്. ഞാൻ വീഡിയോ ആദ്യത്തെ അപ്പുറമായിട്ട് മാറിപ്പോയെന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തേട്ടെ. ഞാൻ മുട്ട ടോട്ടൽ 4 എണ്ണം എടുത്തേ. ആദ്യം 3 എണ്ണം എടുത്തുള്ളൂ, അപ്പം ഇത്തിരി കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ ആ മുട്ടയ്ക്ക് ഉണ്ടാക്കാനും ഞാൻ ആ ഓയിലെടുത്തത് നമ്മൾ ചിക്കൻ വറുത്ത ഓയിലാണ്. അതുകൊണ്ട് മുട്ട ഇച്ചിരി നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ച് 2 പാർട്ടായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ നീക്കി അതൊന്ന് വറുത്തെടുക്കട്ടെ ആ മുട്ട. അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിക്കണമെന്ന് പറഞ്ഞായിരുന്നത്. അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ അതും മറന്നുപോയി ഞാൻ ടൊമാറ്റോ സോസും ഒഴിക്കാനായിട്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് കൂടെ ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇച്ചിരി സോയാ സോസൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ബിരിയാണി മസാലകളും നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ചിരിയൊക്കെ കൂട്ടി. ഇപ്പോൾ ഇത്രയത്തിനാണെങ്കിൽ ഞാൻ ഒത്തിരി ലൈറ്റായിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ രണ്ടാമത്തേത് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് ആ വറുത്ത ചിക്കനോട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചോറെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നു ചോറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടവും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതലും റൈത്ത ഉണ്ടാക്കാറില്ല, ഈ അച്ചാറും പപ്പടവുമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണിനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.